ഈവനിങ് ആയപ്പോൾ മോമോസ് കഴിക്കാനൊരു ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോൾ എൻ്റെ പൂതി കെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാറില്ല. പിന്നെ എന്തുണ്ടാക്കുമ്പോൾ ആദ്യം യൂട്യൂബിലൊന്ന് പരതുമല്ലോ. അപ്പോൾ എല്ലാവരും വകയും മോമോസ് ഉണ്ട്. അപ്പോൾ ഇന്റെ റെസിപ്പിയും കൂടി ആവാന്ന് വിചാരിച്ച് വെള്ള സാധനം വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു തട്ടിക്കൂട്ട് മോമോസ് കണ്ട് ഉണ്ടാക്കാം. അവിടെ നിൽക്കി പോകാൻ വരട്ടെ. തട്ടിക്കൂട്ടാണെങ്കിലും പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊതുവെ എല്ലാവരും ചിക്കൻ അങ്ങനെ പച്ചക്ക് തന്നെ അരച്ചുകൊണ്ടാണ് എടുക്കുന്നത്. പക്ഷേ എനിക്ക് ഈ പച്ച ചിക്കനോട് എന്തോ ഒരു താല്പര്യം. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുക്കറിൽ ഒരു വിസിൽ അടുപ്പിക്കും. അപ്പം തന്നെ ചിക്കൻ നല്ല വേവായിട്ട് കിട്ടുവേ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് ഉണ്ടാക്കാം. ഞാനൊരു 2 കപ്പ് മൈദപ്പൊടി എടുത്തേക്കണം കേട്ടോ. പിന്നീട് അതിലേക്ക് ഉപ്പും പിന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി കഴിക്കണം അതേപോലെ ആക്കി എടുക്കുക. പിന്നെ അതിന്റെ മുകളിൽ ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചിക്കൻ നല്ല വെന്ത് വന്നിക്കണം. മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി പൊടി ആവരുത് കേട്ടോ, ഇതേപോലെ നിൽക്കണം. പിന്നെ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞതിടുക, ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഉപ്പിടുക. ഉപ്പ് നോക്കിയിട്ടിടണേ, കാരണം ചിക്കനിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതല്ലേ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ അങ്ങനെ ആർക്കും എരിവ് പറ്റൂല, അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടു. ഇനി അതിലേക്ക് ലേശം സോയാ സോസ് ഒഴിക്കും. അളവ് പറയാത്തത് ഇതിന്റെ ഒരു സുമാർ അളവ് വെച്ചിട്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇടാൻ. പിന്നെ ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഇതിന് ഫില്ല് ചെയ്യാനുള്ളത് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിക്കണം. ഇനി അതിന് ചെറിയൊരു ബോൾ എടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് വലിപ്പമുള്ള ഒരു അടപ്പെടുത്തിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പം പണി ചെയ്യൂട്ടാ. അപ്പൊ ഇത്ര വലിപ്പം മതിയാ. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് ഫില്ലിങ് നിറച്ചു കൊടുത്തിട്ട് നമ്മൾ സാരിയൊക്കെ ഞൊറിയൂലേ അതേപോലെ ഞൊറിഞ്ഞു. ഈ സാരി കൊടുക്കാൻ അറിയുന്നവർക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിക്കാരും. ഇനിയിപ്പോ അങ്ങനെ കഴിയൂലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ച് കൊടുത്താലും മതി. അപ്പൊ ഇതിന്റെ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തുക്കണേ. എന്നിട്ട് ഇത് ആവിക്ക് വേവിക്കുക, അങ്ങോട്ട് കഴിക്കുക, അത്ര തന്നെ. ഇതിന് കൂടി ഒരു ചട്നി കൂടി ഉണ്ടാക്കാണ്ട്, പക്ഷെ അതും കൂടി ഇതിൽ ആഡ് ചെയ്താൽ വീഡിയോ ലെങ്ത് കൂടും. ഇതിന്റെ മെയിൻ അതാണ്. ഉള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്.